തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഗാനമേളയ്ക്കിടയിൽ കുരുമുളക് സ്പ്രേ പ്രയോഗവും അതുപോലെ തന്നെ വടിവാൾ ആക്രമണവും കത്തിക്കുത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ലഹരി മാഫിയ സംഘമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. തിരുവാതിക്കൽ കേന്ദ്രീകരിച്ച് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സംഘമാണ് ഈ ഒരു തിരുനക്കരയിൽ ആക്രമണം നടത്തിയത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ വീഡിയോകൾ പരിശോധിച്ച് പോലീസ് കർശനമായ നടപടിയിലേക്ക് കടക്കാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ്. ലഹരി മാഫിയ സംഘങ്ങളായ യുവാക്കളും ഇവർക്കൊപ്പം എത്തിയവരുമാണ് വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് വിവരം ലഭിക്കുന്നത്. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ഗാനമേള നടന്ന ദിവസങ്ങളിലും ആറാട്ട് ദിവസം ആറാട്ട് കടന്നു വരുന്ന വഴിയുടെ വിവിധ പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയത് ഇതേ സംഘം തന്നെയെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ജാഗ്രത ന്യൂസ് ലൈവിന് ലഭിച്ചു. പള്ളിവേട്ട ദിവസം നടന്ന കത്തിക്കുത്തും സംഘർഷവുമായി ബന്ധപ്പെട്ട് കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ തങ്ങളെ കുത്തിയത് ആരാണെന്ന് അറിയില്ലെന്നാണ് കുത്തേറ്റവർ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കരുതിക്കുട്ടി കയ്യിൽ മാരകായുധവും ഹെൽമറ്റും അടക്കമുള്ളവയും കരുതിയെത്തി ആക്രമണം നടത്തിയത് മുൻവൈരാഗ്യത്തെ തുടർന്ന് തന്നെ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് തിരഞ്ഞെടുക്കുന്നു, ജോലികൾ തയ്യാറാകുന്നു. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ അരീന ആനിമേഷൻ. റിക്രൂട്ടേഴ്സ് ചോയ്സ്, ഇൻഡസ്ട്രിയുടെ വോയിസ്. സമാന രീതിയിലുള്ള 8ഓളം സംഘർഷങ്ങളാണ് പള്ളിവട്ട ദിവസം മാത്രം നഗരപരിധിയിൽ മാത്രം ഉണ്ടായത്. ഇതിൽ 6 പേർക്ക് പരിക്കേറ്റ് ചികിത്സ തേടിയിട്ടുണ്ട്. 12ലധികം ആളുകൾക്ക് സംഘർഷത്തിനിടെ പരിക്കേറ്റെങ്കിലും പലരും ഇത് പരാതിയാക്കാൻ പോലും തയ്യാറായിട്ടില്ല. തങ്ങൾ തമ്മിൽ തല്ലി തീർത്തോളം പോലീസ് ഇടപെടേണ്ടെന്ന നിലപാടാണ് ലഹരിക്കടിമയായ അക്രമികൾ സ്വീകരിക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഘർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ കർശന നിയമ നടപടി ആവശ്യമാണ്. നിലവിൽ പോലീസ് ഒരു കേസ് മാത്രമാണ് വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. വീഡിയോ പരിശോധിച്ച് അക്രമികൾക്കെതിരെ കൂടുതൽ കേസുകളെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തെങ്കിൽ മാത്രമേ വരും ദിവസങ്ങളിൽ സംഘർഷം ഒഴിവാക്കാൻ സാധിക്കൂ.